Hello, hi my viewers. I am Darshana and welcome back to our family Darshana's vlogs. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് വാങ്ങിക്കുന്ന ടൈമിൽ കാണിക്കാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് ആക്ച്വലി ഒരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ണാട്ടൻ സർപ്രൈസ് ആയിട്ട് ഇന്ന് അത് ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇന്ന് എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തരുന്നോന്നും വീഡിയോ പിടിച്ചിട്ടില്ല. അപ്പോൾ സാധനം എന്താ അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കതിപ്പോൾ അൺബോക്സ് ഒക്കെ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, തൊട്ടടുത്ത കുഞ്ഞു ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. ഉണ്ണാട്ടൻ്റെ സർപ്രൈസ് ഗിഫ്റ്റാണ്. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വാങ്ങിക്കുന്ന കാര്യം. അപ്പോൾ മുന്നേ കൂട്ടിയിട്ട് തന്നെ നമ്മളിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം കിട്ടിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പം എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളത് ഫ്യൂജി ഫിലിമാണ് കേട്ടോ. ST200ൻ്റെ ക്യാമറയാണ് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം നമുക്കിത് എന്തായാലും ഓപ്പൺ ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഇതാണ് എൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ്. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ കിട്ടും എന്നുള്ള കാര്യം. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 64 GB ഒരു മെമ്മറി കാർഡും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ക്യാമറ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഉണ്ണാട്ടൻ ഓപ്പൺ ചെയ്യട്ടെ കേട്ടോ. ഇത് ഇങ്ങനെ വലിച്ചും പറിച്ചിലും ഞാൻ അത് കൊളാക്കിയിട്ടാണ് കീറിയെടുക്കുക. എന്ത് സാധനം കിട്ടിയാലും ആക്രാന്താണ് എനിക്ക്, അതുകൊണ്ട് ഞാനൊക്കെ പിച്ചി പറിക്കുള്ളൂ. അപ്പോൾ ഉണ്ണാട്ടനാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും. പിന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളും കാര്യങ്ങളും ഒന്നും എനിക്കില്ല. ഞാൻ ഇതിനു മുന്നേ ക്യാമറ യൂസ് ചെയ്തിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഫോൺ യൂസ് ചെയ്യുന്നല്ലാതെ ക്യാമറയെ കുറിച്ചുള്ള ഒരു ഐഡിയ എനിക്കില്ല. ഇനിയൊക്കെ മെല്ലെ മെല്ലെ പതുക്കെ ഓരോന്ന് പഠിച്ചെടുത്തിട്ട് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ണാട്ടൻ പറഞ്ഞു തരട്ടെ. എനിക്കറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ണാട്ടനെ കൊണ്ട് തന്നെ ഇത് അൺബോക്സ് ചെയ്യും. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് സർപ്രൈസ്, അങ്ങനെയാണ് കുഞ്ഞാവ് പറയുന്നത്. കുഞ്ഞാവയ്ക്ക് ചെറിയ കോൾഡ് ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ സംസാരത്തിൽ ബുദ്ധിമുട്ടുണ്ട്. സ്ട്രാപ്പ് തന്നിട്ടുണ്ട് ക്യാമറ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. ഈ സംഭവം ഇതൊന്നും നമ്മൾ വായിക്കാറില്ലല്ലോ. ഇതിന് ഓഡിയോ ജാക്കിന്റെ ഒരു പിന്ന് തന്നിട്ടുണ്ട് കേട്ടോ. 3.5mm പിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വാറണ്ടി കാർഡൊക്കെയാണ് കേട്ടോ. പിന്നെ കുറച്ച് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ, ഇതും നമ്മൾ വായിക്കാറില്ല. അറിയാത്തൊക്കെ നോക്കാം. ഇതിൽ കുറേ ലാംഗ്വേജിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്ത് സംഭവം? ഫ്രീ ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് ഫ്രീ ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ബൂസ്റ്റ് യുവർ ഫോട്ടോസ് ഇൻ മിനിറ്റ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ക്യാമറയുടെ ബോഡി, അതിൻ്റെ കൂടെ ഒരു കിറ്റ് ലെൻസ് ഉണ്ട്. അത്രയാണുള്ളത്. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. ഇതെന്റെ ഒരു സ്വപ്നമായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് തന്നെ അത് സാധിച്ചു കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ എന്റെ ആ ഡ്രീം ഉണ്ണാട്ടൻ നടത്തി തന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കിറ്റ് ലെൻസ്. ഇതിന്റെ ഒരു ഫ്രണ്ടിൽ ഒരു കവറുണ്ട്, ബാക്കിൽ ഒരു കവർ പ്രൊട്ടക്ട് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഇതില് 15 to 45 കിറ്റ് ലെൻസ് ആണ് ഇത്. യൂസ് ചെയ്യാൻ അറിയില്ല കേട്ടോ. ഇനി അതൊക്കെ ആദ്യം മുതൽ പഠിച്ചെടുത്തിട്ട് വേണം. യൂസ് ചെയ്യാൻ അറിയില്ല, എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് നമുക്കിതൊക്കെ പഠിക്കാം. ഓരോന്നോരോന്നായിട്ട് നോക്കിയിട്ട് പഠിച്ചിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ബോഡി ഓപ്പൺ ചെയ്ത് നോക്കാം. ക്യാമറയുടെ ബോഡി ഇത്രേ ഉള്ളൂ. ഇതില് വേറെ ഒന്നുമില്ല.
നമുക്ക് ഇതില് ക്യാമറ വാങ്ങിക്കുമ്പോ ഈ ഒരു ക്യാമറ മാത്രമാണ് കേട്ടോ കിട്ടുന്നത്. ഇതിന്റെ ഈ ലെൻസ്, ക്യാമറ, പിന്നെ ഈ ഒരു സ്ട്രിപ്പ് മാത്രമാണ് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നുള്ളത്. പിന്നെ ഇതിൻ്റെതായിട്ടുള്ള വേറെ എന്തെങ്കിലും ആക്സസറീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതാണ് സംഭവം. ഓക്കെ, ഭയങ്കര കോമ്പാക്റ്റ് ആണ്, നമുക്ക് കയ്യിലിങ്ങനെ പിടിക്കാനേ ഉള്ളൂ. കണ്ടില്ല, ഭയങ്കര കോമ്പാക്റ്റ് ആണ്. നമുക്കൊരു ഫോണിന്റെ അത്രയും തന്നെ അത് എന്താ നീളം വരുന്നില്ല. വെയിറ്റ് പിന്നെ നോക്കട്ടെ, വെയിറ്റ് നമുക്കതൊരു 370 gram ആണ്. ഫോണിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ വെയിറ്റ് ഉണ്ടാവും. ബാക്കിൽ നമുക്കൊരു 3.5 inch ആണെന്ന് തോന്നുന്നു. ഫുള്ളി ആർട്ടിക്കുലേറ്റഡ് സ്ക്രീനാണ്. അതെ, ഫുള്ളി ആർട്ടിക്കുലേറ്റഡ് സ്ക്രീനാണ് ഇത്. നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ തിരിക്കാം, റൊട്ടേറ്റ് ചെയ്യാം. ഇത് ടച്ച് സെൻസിറ്റീവ് ആണ്, കേപ്പറ്റീവ് ടച്ച് ആണെന്ന് തോന്നുന്നു. ഇത് ഡീറ്റെയിൽസ് ഞാൻ മറന്നുപോയി. പിന്നെ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ ഉണ്ട്, ഒരു കോൾഡ് ഷൂ മൗണ്ട് ഉണ്ട് മേലെ. പിന്നെ ഉണ്ണാറിന് എന്തെങ്കിലും ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഏറ്റവും സെറ്റ് എല്ലാം പഠിച്ചതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു സാധനം വാങ്ങിക്കുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഫ്ലാഷ് പോപ്പപ്പായി വരുന്നുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. ഞാൻ കുറേ റിസർച്ചൊക്കെ ചെയ്തിട്ട് എനിക്ക് ഈ ഒരു റേറ്റിൽ, ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട്, അതായത് നമുക്ക് എല്ലാ ഫെസിലിറ്റി ഉള്ള ഒരു ഫോണല്ല ക്യാമറ ഇതാണ് എനിക്ക് തോന്നിയത്. ഞാൻ റിസർച്ച് ചെയ്തിട്ട് ഇതാണ് മനസ്സിലായത്. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിച്ചത്. പിന്നെ മിറർലെസ് ക്യാമറ എന്തുകൊണ്ടാണ് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ്, പിന്നെ നമുക്ക് ഈസി ടു ഹാൻഡിൽ, കയ്യിൽ ഒതുങ്ങും. DSLR ഒക്കെ ആണെങ്കിൽ കുറച്ച് ഹെവി ആയിരിക്കും, കൊണ്ടു നടക്കാനും ബുദ്ധിമുട്ട്. പിന്നെ വൈഫൊക്കെ കയ്യിൽ പിടിച്ച് നടക്കുമ്പോൾ ഭയങ്കര കനമുള്ളതാണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ അതൊരു കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇതാണ് പിന്നെ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല, ഈസിയാണ്. അപ്പോൾ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തൊക്കെ നോക്കാം, കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ലെൻസ് നമുക്ക് ജസ്റ്റ് ഇനി നമ്മുടെ ഇതിൻ്റെ കിറ്റ് ലെൻസ് ആണ്. കിറ്റ് ലെൻസ് ഇതിൽ നിന്ന് മൗണ്ട് ചെയ്ത് നോക്കാം. ഇതിൽ ഒരു റെഡ് ഡോട്ട് ഉണ്ട്, ബോഡിയിൽ ഒരു റെഡ് ഡോട്ട് ഉണ്ട്. ഈ ഒരു പോർഷനിൽ വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക. നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു അറിവ് വെച്ചാണ് ചെയ്യുന്നത്. ജസ്റ്റ് പ്രഷർ ചെയ്യുന്നുമുണ്ട്, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ ടിക്ക് എന്ന് പറഞ്ഞിട്ടൊരു വോയിസ് വരുന്നുണ്ട്. ലോക്കായി. ഇവിടെ ഒരു പിന്നുണ്ട്, അത് പോപ്പപ്പ് ആയിട്ട് ലെൻസും ക്യാമറയും ലോക്കാവും. ഇത്രയാണ് ഉള്ളത് ഇതിൻ്റെ. ഇതാന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ തന്നു, പക്ഷെ ഇതിനെ കുറിച്ചിട്ട് എനിക്കൊന്നും അറിയില്ല. ഇതിന്റെ കൂടെ നമ്മൾ ഒരു 64 GB ഒരു സാൻഡിസ്കിന്റെ ഒരു മെമ്മറി കാർഡ് മേടിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല സ്പീഡുള്ള തന്നെയാണ്. 170 Mbps മേടിച്ചത്. കാരണം ഇതിൽ 4K ഷൂട്ടിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പീഡ് കൂടുതലുള്ള ഒരെണ്ണം വാങ്ങിച്ചത്. ഇത് വെച്ച് ഇത് നമുക്കിനി ഇതിന്റെ കൂടെ വേറെ ഒന്നും കിട്ടുന്നില്ല. ഇതിന്റെ ഇൻബിൽട്ട് ഒരു ബാറ്ററി ഉണ്ട്, മെമ്മറി കാർഡൊന്നും ഇല്ല. മെമ്മറി കാർഡ് ഡമ്മി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു മെമ്മറി കാർഡ് ഇതിൻ്റെ കൂടെ മേടിച്ചു. ഇനി നമുക്ക് വ്ളോഗിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അത് വരുന്ന അപ്പോൾ ഒരു കാര്യം കൂടി പറയാം കേട്ടോ. ക്യാമറ കയ്യിൽ കിട്ടിയിട്ട് ഉള്ള സ്ഥിതിക്ക് ഇനി ഉണ്ണേട്ടനെയും കൂടിയും വ്ളോഗുകളിൽ ഉൾപ്പെടുത്തും, എന്തായാലും ഉൾപ്പെടുത്തും. അപ്പോൾ ഇനിയുള്ള വ്ളോഗുകളിലൊക്കെ ഉണ്ണേട്ടനെയും പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും. വരാൻ ഭയങ്കര മടിയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഓൺ ചെയ്യാൻ നോക്കി, ഓണാകുന്നില്ല. അപ്പം നോക്കിയപ്പോഴാണ് ബാറ്ററി ഇതിലിട്ടിട്ട് വരുന്നില്ല. ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ബാറ്ററി ഇതിലില്ല. അപ്പം പിന്നെ കവർ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്തപ്പോൾ ഇതിനുള്ളിലാണ് വേറെ 2 ഐറ്റം കൂടെ ഉണ്ട്. ഒന്ന് നമ്മുടെ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചാർജിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റ കേബിളാണെന്ന് തോന്നുന്നു. വേറെ ഒരു ബാറ്ററി ഉണ്ട്. ഇതിപ്പോൾ ചാർജ്ഡ് ആണോ എന്നറിയില്ല. എന്തായാലും നമുക്കിത് ഇട്ട് നോക്കാം, ഇട്ട് വർക്കാവുന്നുണ്ടോ നോക്കാം. നമുക്ക് ബാറ്ററി എന്തായാലും ഇതിലിട്ട് നോക്കാം. നമുക്ക് നമുക്ക് എന്തായാലും ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇനി ബാറ്ററി ഇട്ടിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഓൺ ചെയ്ത് നോക്കട്ടെ. അതിൽ പോപ്പപ്പാണ് വരുന്നത്. ഇംഗ്ലീഷ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ സംഭവങ്ങൾ വരുന്നത്. ഇതിൽ സെറ്റിങ്സ് ആണ് വരുന്നത്. നമ്മൾ ഫോണായിട്ടൊക്കെ പെയർ ചെയ്യണം. പെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത്, വീഡിയോ എല്ലാം എടുത്തിട്ട് ഇതിൻ്റെ റിവ്യൂ നമുക്ക്
ഒന്ന് എങ്ങനെയുണ്ട് ഇതിന് പെർഫോം. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇത് നമ്മളിനി ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാലാണ്, കണ്ടോ ഇതിൽ ഇങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ. ബൈ പറയ്. കുഞ്ഞാവിയും പറയുന്നുണ്ട് കേട്ടോ.